നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്ന് ഞാനിപ്പോൾ റെയിൻ ഗാർഡിങ് ഇടാൻ വേണ്ടിയിട്ട് ഒരു തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 100 മരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ 100 മരം ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ 3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് 100 മരം ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ റെയിൻ ഗാർഡിങ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പുതിയൊരു രീതിയിലാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ എത്രയൊക്കെ പശ തേച്ചെന്ന് പറഞ്ഞാലും ആദ്യം പശ തേച്ച് രണ്ടാമത് പശ തേച്ചിട്ടും ചോർച്ചയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുതിയൊരു രീതിയിലാണ്. ഇപ്പോൾ ഞാനിടുന്നിടം ചോർന്നിട്ടില്ല, എന്നാലും മറ്റ് പലരും ഇടുന്നത് ചോർന്നെന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ നമ്മളൊരു പുതിയൊരു ടെക്നോളജിയിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം മരം ചുരണ്ടാം. അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് മരം ചുരണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുരണ്ടാം, ഇങ്ങനെ ചുരണ്ടാം. അപ്പോൾ ഇങ്ങനെ ചുരണ്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊടി മൊത്തം നമ്മുടെ ദേഹത്തോട്ട് വീഴും. അപ്പോൾ നമ്മളിങ്ങനെ ചരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ ചിലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനിക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കും, തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങിയെടുത്ത് അവസാനിക്കാം, എങ്ങനെ നമുക്ക് കയർ കെട്ടാതെ നമുക്ക് ചിരണ്ടാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചിരണ്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പൊടിയൊക്കെ അങ്ങോട്ടങ്ങ് പോയിക്കോളും, നമ്മുടെ ദേഹത്ത് വീഴും. ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ദേഹത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടങ്ങ് ചെയ്യുക. ഒരു 2 ഇഞ്ച് വീതി മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിരണ്ടമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കത്തി നേരെ തന്നെ പിടിക്കുക. ഈ കത്തി ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ താഴോട്ട് പോകും, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മേലോട്ട് പോകും, ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കത്തി നേരെ തന്നെ പോകണം. പറഞ്ഞു കേട്ടോ, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വന്ന്. പിന്നെ പാള പോലുള്ള പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളക്കി കളയണം, അതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഒരുപാട് ഇട്ട് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല, പാല് വരുന്ന രീതിയിൽ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചിരണ്ടുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പായൽ പോകണം, ഈ മുരിഞ്ഞ പട്ടയൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചിരണ്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു മരം ചിരണ്ടാം. അപ്പോൾ നമ്മുടെ കത്തി നേരെ പിടിക്കണം, നേരെ പോകണം. ഇതുപോലെ പാള പോലുള്ളതൊക്കെ തന്നെ ഇറക്കണം. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തി. ഉണ്ടോ? അപ്പം കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിങ്ങനെ എത്തും. ചിലർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ചിലർ കയറ് കെട്ടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 130 മരത്തിന് ഷെയ്ഡാണ് ഇടുന്നത്. അപ്പോൾ അതിന് 15 കിലോ പശയാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ മൂർച്ചയുള്ളൊരു കൊടുവാളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കൊടുവാൾ കൊണ്ട് നമുക്കിത് വെട്ടി അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം നമ്മൾ വെട്ടി നിർത്തിയാൽ മതി. കാരണം നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കണ്ടേ. എന്നിട്ട് ഈ പകുതി ഭാഗം ഇങ്ങോട്ട് ഇത് മടക്കി വെക്കണം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്, കണ്ടേ. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം, അപ്പോൾ നമ്മൾ ഈ കൊടുവാൾ വെച്ച് വെട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം കൈ മുറിയായിരിക്കും കൊണ്ടിട്ട് തട്ടി മടക്കി വെക്കണം. അതിനുശേഷം നമുക്കിത് ചൂടാക്കാം. ഇപ്പോൾ നമ്മൾ വലിയൊരു ഗ്യാസ് അടുപ്പിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കമ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉണക്കക്കമ്പ് യാതൊരു കാരണവശാലും ഇളക്കരുത്. ഉണക്കക്കമ്പാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒടിഞ്ഞുള്ള സാധ്യതയുണ്ട്. പച്ചക്കമ്പ് തന്നെ വേണം, അതൊരു ബലം കാണും.
അപ്പോൾ ഇത് ഉരുകി വരുന്നതനുസരിച്ച് നമ്മളിത് ഈ കമ്പ് വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് ചൂടാവുകയും ചെയ്യും, കുറച്ച് ഭാഗത്ത് ചൂടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ചൂടാവാത്ത ഭാഗമായിട്ട് മിക്സിങ് ആവണം, എങ്കിലേ ഒരുപോലെ ഈ പശ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇങ്ങനെ ഇതാണ് കുറച്ച് ഭാഗത്ത് ഉരുകി വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗത്ത് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉരുകിയ ഭാഗത്തെ ഇത് നമുക്ക് ഉരുകാത്ത ഭാഗമായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യണം, എങ്കിലേ എല്ലാ സൈഡും ഒരേപോലെ ആവത്തുള്ളൂ. അതിനുശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പുരട്ടേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഈ ചൂടോടെ ഇതിൻ്റെ അത് കൈയിട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളി പോകും. അപ്പോൾ നമ്മൾ റബ്ബർ മരം എല്ലാം ചിരണ്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പശ തേക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പശയും ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പശ തേക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ഇതുപോലെ പശ ഇങ്ങനെ വാരിയെടുത്ത് ഇങ്ങനെ ഒരു കൈ പശ ഇങ്ങനെ വാരിയെടുക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. മരം തൂത്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് പൊടിയെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒറ്റ പ്രാവശ്യം തേച്ചാൽ മതി. പിന്നെ ഒന്നുകൂടെ തേച്ച് കഴിഞ്ഞിട്ട് കട്ടി കുറഞ്ഞു, ഇച്ചിരി കട്ടിയൊക്കെ വേണം, ഇച്ചിരി വീതി വേണം. ഇത്ര വീതി മതി, ഇത്ര കട്ടിയൊക്കെ മതി. അപ്പോൾ നമ്മൾ പശയെല്ലാം തേച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കാനായിട്ട് പോവുക. ഇതിപ്പോൾ 4 ഇഞ്ച് പ്ലാസ്റ്റിക്കാണ്. ഇത് ന്യൂറോ അടിച്ച് മെഷീൻ വഴി തയ്ച്ച് വരുന്ന, റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ തയ്ച്ച് വരുന്ന 4 ഇഞ്ച് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിത് ഒട്ടിക്കരുത്. ന്യൂറോ അടിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ന്യൂറോ ഇടേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിനി 1 ഇഞ്ച് പ്ലാസ്റ്റിക് ഇതിൻ്റെ പുറത്തൂടെ അടിക്കാം. അപ്പോൾ ഇത് പശ നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഈ പശയും പ്ലാസ്റ്റിക്കും തമ്മിൽ ഒട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒട്ടിയിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുറത്തൂടെ ഇങ്ങനെ ബെൽറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ റബ്ബർ മരത്തിൽ ഇങ്ങനെ പശ പിടിച്ചിരിക്കുമെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൽ പിടിക്കത്തില്ല പശ. അതിനാണ് നമ്മൾ ഈ ബെൽറ്റ് അടിച്ച് പിടിപ്പിക്കുന്നത്. ഈ പശയുടെ പകുതിക്ക് വെച്ചാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു ജോയിൻറ്റ് വന്നിട്ട് നമ്മളൊരു 2 ഇഞ്ച് മാറ്റിയാണ് കട്ട് ചെയ്യുന്നത്. ഒരു ബാക്കി ഭാഗം ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഈ 1 ഇഞ്ച് ബെൽറ്റിലാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബെൽറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ചോരും. അപ്പോൾ നമ്മളൊരു പുതിയൊരു ടെക്നോളജിയിലാണ് ഈ വർഷം നമ്മൾ റെയിൻ ഗാർഡിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഇതേപോലെ 4 ഇഞ്ച് പ്ലാസ്റ്റിക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി
ജോയിൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കണത്. അപ്പോൾ നമ്മുടെ പുതിയ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ജോയിൻറ്റ് വന്ന ഭാഗം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം 2 പിന്നടിച്ച് കൊടുക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പിന്നടിച്ച് കൊടുക്കണം. കുഴിയുള്ളിടം പ്രത്യേകം നോക്കി അടിക്കണം. പുതിയ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗമാണ് ടാപ്പിംഗ് ചെയ്യുന്നത്. ഈ ടാപ്പിംഗ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഒരു ചുറ്റും കൂടെ ചുറ്റും അവിടെ മാത്രം. എന്നിട്ട് ഈ അവസാനിക്കുന്നിടത്ത് നമ്മൾ 2-3 പിന്നടിച്ചങ്ങ് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്ത ഭാഗത്ത് ഒരു ചുറ്റും കൂടെ ചുറ്റിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പിന്നടിക്കുന്നതിലൂടെ ചോർച്ച വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന ആ വശത്ത് മാത്രം ഒന്നും കൂടെ ചുറ്റി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ഇടാം. അപ്പോൾ നമ്മൾ ഈ 4-5 പ്ലാസ്റ്റിക് ആദ്യം ഒന്ന് പൊക്കി വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കുന്നു. ആദ്യം നമ്മൾ ഈ ചിരട്ട ഭാഗം നോക്കണത്. ചിരട്ട വെള്ളം വീഴാതെ ചിരട്ട ഭാഗം ആദ്യം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നടുക്ക് ആദ്യം ഒരു പിന്ന് കൊടുക്കണം. നടുക്ക് ആദ്യം ഒരു പിന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം കൊടുക്കാം. ഇത് ഇച്ചിരി ടെമ്പറുള്ളതായതുകൊണ്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളയിപ്പാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി പിന്ന് കൂടുതൽ വേണ്ടി വരും. അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും സെൻറ്ററിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഏറ്റവും ബാക്കിൽ വന്നിട്ട് ഒരു 2 പിന്നടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് താത്തിടാം. അപ്പോൾ നമുക്ക് ഒരു മരവും കൂടെ ഇടാം. 4-5 പ്ലാസ്റ്റിക് നമ്മൾ ഇതേപോലെ പൊക്കി വെച്ചു. ഏകദേശം 10 വർഷം പഴക്കമുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമ്മളിത് വേസ്റ്റാക്കി കളയുന്നില്ല. വേറെ ആൾ വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെടുത്ത് കളയുന്നില്ല. ഇതിപ്പോൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻസ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ അടിക്കാൻ പോകുന്നു. സെൻറ്ററിൽ ഒരു പിന്ന് കൊടുക്കുന്നു. ഈ സൈഡിൽ ഒരെണ്ണം കൊടുക്കാം. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ പിന്ന് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇത്രയും പൊട്ടിയിട്ടുണ്ട്, ഇത്രയും പൊട്ടലുണ്ട് ഈ ഷെയ്ഡിന്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ വെള്ളം ഇറങ്ങും. അപ്പം വെള്ളം ഇറങ്ങാതെ ബാക്കി പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇച്ചിരി പൊട്ടിയേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊന്ന് സൈഡിലൊരു പിന്ന് കൊടുത്തിട്ട് നടുക്കൊരു ഞുറ് വെച്ചിട്ട് ഇവിടെ ഒരു പിന്ന് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. താഴെ വെച്ചാൽ കട്ട് ചെയ്യാവുള്ളൂ. മേളിൽ നിന്ന് വെള്ളം ഒഴുകി താഴെ വരണം. എന്നിട്ട് ഇതോട്ടോട്ട് പിന്നോടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് താത്തിടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നമുക്ക് ഷെയ്ഡ് ഇടാം. നമുക്ക് പൊട്ടിയ ഷെയ്ഡ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ചിലരാണെങ്കിൽ ചെറിയൊരു പൊട്ടൽ കാണുമ്പോഴേ ആ ഷെയ്ഡ് എടുത്ത് കളയാറുണ്ട്. അപ്പോൾ അത് വളരെയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ചെല്ലുന്ന ഏത് വീട്ടിൽ ചെന്നാലും അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. മാക്സിമം നമ്മൾ അത് ഇടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ റെയിൻ ഗാർഡ് ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.